Representation of binary tree using array. ഒരു ബൈനറി ട്രീ തന്നിരിക്കും, അതിനെ അറേയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ ഒരു ബൈനറി, ഫോർ എക്സാമ്പിൾ ഈ ഒരു ബൈനറി ട്രീ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് നോഡ്സ് പോസിബിൾ, അതായത് മാക്സിമം നമ്പർ ഓഫ് നോഡ്സ്, അതായത് മാക്സിമം അറേ സൈസ് കാണിക്കണമല്ലോ, അതുപോലെ മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയുണ്ട്. അതിന്റെ ഫോർമുലയാണ് 2⁻⁻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 ⁻
വെച്ച് നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ -1 ആണ് നമ്പർ ഓഫ് നോഡ്സ്. അപ്പം അതിൽ ഹൈറ്റ് എന്ന് പറയുന്നത് റൂട്ട് നോഡിൽ നിന്ന് ലീഫ് നോഡിലുള്ള ലോങ്സ്റ്റ് പാത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിപ്പം ഏത് പാത്ത് കൺസിഡർ ചെയ്താലും നമുക്ക് ലോങ്സ്റ്റ് പാത്തായിട്ട് കിട്ടുന്നതിൽ നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറയുന്നത് 4 ആണ്. ഈ പാത്ത് കൺസിഡർ ചെയ്യാം. 45, 77, 90, 88 ഇതിൽ നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഈ നമ്പർ ഓഫ് നോഡ്സ് നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2⁴ that is 16. 16 - 1 നമുക്ക് 15 ആണ് കിട്ടുന്നത്. അപ്പൊ അറേ സൈസ് മാക്സിമം 15 ആണ്. ഇവിടെ 1 to 14 വരെ കാണിച്ചിട്ടുള്ളൂ. 15 ഇട്ടാലും കറക്റ്റ് തന്നെയാണ്. ഇവിടെ ഒരു റൈറ്റ് സബ്ട്രീ കുറവായതുകൊണ്ടാണ് ഇവിടെ 14 വരെ കാണിച്ചിട്ടുള്ളൂ. 15 ഇട്ടാലും കറക്റ്റ് തന്നെയാണ്. ഹിയർ ദ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്ന റൂട്ട് നോഡാണ്. 45 നമ്മൾ എൻ്റർ ചെയ്തു. ദെൻ ലെഫ്റ്റ് സബ്ട്രീ, അതായത് ലെഫ്റ്റ് നോഡ് റൈറ്റ് നോഡാണ് പിന്നെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. 22, 77 നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് 22യുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് 11, 22യുടെ റൈറ്റ് 30 ഇൻസേർട്ട് ചെയ്തു. ദെൻ ഹിയർ 77ന് ഇവിടെ ഒരു ലെഫ്റ്റ് സബ്ട്രീ ഇല്ല. അപ്പം അത് അവിടെ സ്പേസ് ലീവ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് റൈറ്റ് സബ്ട്രീ ഉണ്ട് 90 ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് ലെവലിൽ വരുമ്പോൾ 11ന് ഇവിടെ ഒരു ലെഫ്റ്റ് സബ്ട്രീ ഇല്ല. സോ സ്പേസ് അവിടെ ലീവ് ചെയ്യുക. ദെൻ 9th നോഡ് എന്ന് പറയുന്നത് 15 ആണ്. ദെൻ നെക്സ്റ്റ് 25. ഹിയർ ഇവിടെ 30ക്ക് റൈറ്റ് നോഡ് ഇല്ല. അപ്പം നമ്മൾ അവിടെ ഒരു സ്പേസ് വിട്ടു. ദെൻ ഇതിന് ഈ നോഡ്, നേരത്തെയുള്ള ഈ നോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ലെഫ്റ്റ് സബ്ട്രീയും ഇല്ല, ഇവിടെ ഒരു റൈറ്റ് സബ്ട്രീയും ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ലെഫ്റ്റ് സബ്ട്രീക്കുള്ള സ്പേസ് വിടുക, റൈറ്റ് സബ്ട്രീക്കുള്ള സ്പേസ് വിടുക. ദെൻ നെക്സ്റ്റ് കംസ് 88 എൻ്റർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് 15 നിങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്പേസ് വിടുക, കാരണം ഇതിന് ഒരു റൈറ്റ് സബ്ട്രീ ഇല്ല. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹൈറ്റ് നോക്കിയിട്ട് മാക്സിമം ലെങ്ത് ഇവിടെ വരച്ചതിന് ശേഷം ഓരോ നോട്ട്സും ഈ അറയിലോട്ട് പ്ലേസ് ചെയ്ത് കാണിക്കണം, വരച്ചിട്ട് കാണിക്കണം. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ ഓപ്പറേറ്റേഴ്സും ആൽഫബറ്റ്സും ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. റൂട്ട് നോഡ് എന്ന് പറയുന്നത് പ്ലസ് ആണ്. പ്ലസ് ഇൻസേർട്ട് ചെയ്തു. ദെൻ അതിന്റെ ലെഫ്റ്റ് റൈറ്റ് ഇൻസേർട്ട് ചെയ്യണം. മൈനസ് സ്റ്റാർ ഇൻസേർട്ട് ചെയ്തു. മൈനസിന്റെ ലെഫ്റ്റ് റൈറ്റ് ഇൻസേർട്ട് ചെയ്തു. സ്റ്റാറിന്റെ ലെഫ്റ്റ് റൈറ്റ് ഡിവിഷൻ ഇൻസേർട്ട് ചെയ്തു. ഈ ഒരു ലെവല് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ലെവലിൽ എത്തുമ്പോഴേ എക്ക് ലെഫ്റ്റ് സബ്ട്രീയും ഇല്ല, റൈറ്റ് സബ്ട്രീയും ഇല്ല. ദെൻ ബി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബിക്ക് ലെഫ്റ്റ് സബ്ട്രീ ഇല്ല, ദെൻ റൈറ്റ് സബ്ട്രീ ഇല്ല. ദെൻ സിക്ക് അതുപോലെ ലെഫ്റ്റ് സബ്ട്രീ ഇല്ല, റൈറ്റ് സബ്ട്രീ ഇല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 1 2 3 4 5 6 സ്പേസ് വിടണം. ഇവിടെ നെക്സ്റ്റ് 1 2 3 4 5 6 സ്പേസ് ലീവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഈ ഡിവിഷൻ ഓപ്പറേറ്ററിന് ലെഫ്റ്റ് സബ്ട്രീ ഉണ്ട്, റൈറ്റ് സബ്ട്രീ ഉണ്ട്. ഡി ഇയും പ്ലേസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു ട്രീ തമ്മിൽ കഴിഞ്ഞാൽ അത് അറയിൽ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അറേ റെപ്രസെന്റേഷനിൽ കുറെ സ്പേസ് നമുക്കിവിടെ വേക്കന്റ് ആണ്, അതായത് സ്പേസ് യൂട്ടിലൈസേഷൻ കുറവാണ് അറേ റെപ്രസെന്റേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ പോയിന്റർ ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് വേസ്റ്റേജ് ഓഫ് സ്പേസ്